പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുന്നു. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഗൾഫിൽ തിരിച്ചടി തുടരുകയാണ് ഇറാൻ. കുവൈത്തിലും ബഹ്റൈനിലും ആക്രമണമുണ്ടായി. കുവൈത്തിൽ വ്യോമപാത അടച്ചു. തെക്കൻ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ച് അമേരിക്കയും നീക്കം നടത്തുന്നു. ബന്ദർ അബ്ബാസിനെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം തകർത്തു. തെക്കൻ ലെബനോണിലേക്ക് ഇസ്രയേലിന്റെ വ്യോമാക്രമണമുണ്ടായി. തുടർച്ചയായ 7ാം ദിവസവും ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണമുണ്ടായി. സിരിക്കിലും ബന്ദർ അബ്ബാസിലും ഖഷാമിലും യാസ്തിലും അഹ്വാസിലും മുഷഹറിലും ദറാറിലും സ്ഫോടനങ്ങളുണ്ടായതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഖാർഗ് ദ്വീപിൽ നങ്കൂരമിട്ടിരുന്ന ഇറാന്റെ എണ്ണ ടാങ്കർ അമേരിക്ക ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ജോർദനിലേക്കും ഇറാന്റെ പ്രത്യാക്രമണം. ഹോർമുസ് കടക്കാൻ ശ്രമിച്ച തായ് പതാകയുള്ള കപ്പൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചു. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ അമേരിക്ക ആക്രമണം കടുപ്പിക്കുന്നതായാണ് വിവരം. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഹോർമോസ്ഖാൻ പ്രവിശ്യയിൽ 3 പേർ കൊല്ലപ്പെട്ടതായും 8 പേർക്ക് പരുക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു.